ഉണ്ണിച്ചേട്ടന്റെ പേരാണ് വരികയെന്ന് പറഞ്ഞ് രണ്ടാളും വീണ്ടും ഒരു സിനിമ എന്ന് പറയുമ്പോൾ അപ്പോൾ ഉള്ളൊരു ഇതുണ്ട്. ഓഡിഷൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു തോന്നുന്നു ഉണ്ണിയാണ് ഹീറോ എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഇല്ല, ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്ത് കഥ നെറേറ്റ് ചെയ്ത് തരുന്ന സമയത്താണ് ഉണ്ണിയാണ് ഹീറോ എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോഴെനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഇല്ല, ഈ ബാക്ക് സ്റ്റോറിയുടെ കഥ തന്നെ പിന്നെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാൽ ഉണ്ണിയപ്പോ മാളികപ്പുറം കഴിഞ്ഞ് ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു ഹീറോ ആണ്. ഈ ബ്ലോക്ക് അതൊന്നും അറിയുന്നില്ല അല്ലേ? അതാണ്, അതൊക്കെ പബ്ലിക്കായി, എല്ലാം പബ്ലിക്കായി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു പോലും ഇല്ലായിരുന്നു. ഇങ്ങനൊരു സംഭവം നടന്ന കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം ഐ വാസ് എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് എ ഹിറ്റ് ഹീറോ. കാരണം ഞാൻ അന്നേരം അത്രേ കാണുന്നുള്ളൂ. മാളികപ്പുറം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഹിറ്റ് അടിച്ച ഹീറോ ആണ്. സോ വി ആർ ഓൾസോ ലുക്കിംഗ്, എന്താ പറയാ, നമ്മുടെ കരിയറിൽ നെക്സ്റ്റ് ലെവൽ പോകണമെന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. സോ അങ്ങനെ ഒരു ഹീറോന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഐ വാസ് സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ്. അത്രമാത്രം എനിക്ക് അന്നേരം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പൂജ സമയത്താണ് ഇതിങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അല്ലെ, ഇങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ ഉള്ളത് പിന്നെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പോ ഉണ്ണിച്ചേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രഞ്ജിത്ത് സാർ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോ ജസ്റ്റ് വാട്സ്ആപ്പ് നോക്കിയിട്ട് ഹലോ മഹിമ മെസ്സേജ് അയച്ചു. എനിക്ക് പിന്നീട് ഞാനിങ്ങനെ എന്നെ പറഞ്ഞു ഇങ്ങനെ, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഈ ഹിറ്റിന് ശേഷം ഈ ഓഡീഷനൊക്കെ അവർക്ക് താല്പര്യമുണ്ടെന്ന് ചോദിക്കും. നമ്മള് ചിലപ്പോൾ പീപ്പിൾ ഗെറ്റ് ഒഫൻഡഡ്, ഞാൻ അങ്ങനെ ചിന്തിച്ച് ഞാൻ ചിലപ്പോൾ കൊടുക്കില്ല. എനിക്ക് ഇതിൽ ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഷീ വാസ് ഓപ്പൺ ടു ദാറ്റ്. ബിക്കോസ് ഞങ്ങൾ ഒരുപാട് എൻ്റെ അടുത്ത് തന്നെ പുള്ളിക്കാരൻ ഒരു 100ഓളം വീഡിയോസ് ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അല്ലല്ലോ വിചാരിച്ചത്. സോ ഹി വുഡ് സേ മോസ്റ്റ് ഓഫ് ദ ടൈം ഈസ് മോർ കൺവിൻസ്, നമ്മുടെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയാണ് പുള്ളി അയക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത് ശരിയാണ്. അങ്ങനെ പ്രോസസ്സിൽ എനിക്ക് ഭയങ്കര കൺവിൻസിങ് തോന്നി, ഇതാണല്ലോ നിധി എന്നൊരു ക്യാരക്ടർ. പക്ഷെ എൻ്റെ പിന്നീട് പെട്ടെന്ന് ഓർത്തത് ഞാൻ ഇതിൻ്റെ പണ്ട് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ പറയാം വി ഹാവ് എ പാസ്റ്റ് എന്താണെന്ന് മാനേജ്. ഞാൻ മെസ്സേജ് അയക്കാൻ പോയപ്പോൾ നോക്കിയപ്പോൾ പ്ലീസ് അൺബ്ലോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ദൈവമേ കുറെ വർഷമായല്ലോ. എന്നിട്ട് എനിക്ക് വന്ന മെസ്സേജ് അപ്പൊ ഞാൻ 7 വർഷം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ പക്ഷെ ഞാൻ എന്താ വിചാരിച്ച ഒരു ഭയങ്കര ഓക്വേർഡ് ആയിരുന്നു ടു ബി ഓണസ്റ്റ്. ആ ഒരു എന്താ പറയാ, പൂജയില് ഞങ്ങള് പൂജയില് മീറ്റിംഗ് എന്ന് പറഞ്ഞ പൂജ, അതായത് ജയഗണേഷിന്റെ പൂജയുടെ സമയത്ത് എല്ലാം പറഞ്ഞു സാറേ. സാധാരണ ഒരാൾ എന്തിനു ബ്ലോക്ക് ചെയ്യും? അവന് പറയാം അതിന് തന്നെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൂപ്പനല്ല, ഒരു ബ്രദറിന്റെ ഏജില്. അതൊക്കെ പുറത്തുവിടുന്ന കഥകളാണ്. അതൊക്കെ ചുമ്മാ ഇവർ പറയുന്ന കഥകളാണ്. പക്ഷെ യഥാർത്ഥ കഥ അതല്ല. അത് പുറത്തുവിടാൻ പറ്റാത്ത. ഞാൻ വെറുതെ ഇല്ല, ഞാൻ ഇങ്ങനെ മഹിമേനെ ആലോചിച്ചത്. മഹിമ എനിക്കത് കാരണം അറിയില്ലോ. ആവരുത്. റെസ്പോൺസിബിലിറ്റി ആണ്. ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു. എനിക്ക് പല ഇന്റർവ്യൂസ് ചെയ്തപ്പോൾ ഈ 2 ദിവസമായിട്ട് കുറച്ച് ഇന്റർവ്യൂസ് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, ഇവിടുത്തെ ഓൺലൈൻ മീഡിയ ഹാസ് ആക്ച്വലി ഇവോൾവ്ഡ്. ഒരു ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് അവൻ ആഗ്രഹിക്കുന്ന. ഇപ്പോൾ ഇതിൽ കൂടെ വന്ന് നടിയാവണം, ഇതിൽ കൂടെ വന്ന് പാട്ടുകാരിയാവണം, ഇതിൽ കൂടെ വന്ന് സംവിധായകനാവണം എന്ന് ആഗ്രഹിക്കാതെ ഇതിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന, ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ശരിയായ ദിശയിലാണെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. നിങ്ങളെ തോന്നൽ തെറ്റിക്കരുത്. താങ്ക് യു.